5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പിണറായിയിലും ആൾക്കൂട്ട വിചാരണ. കേരളത്തിൽ ഇതൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. ലോകത്തൊരു സ്ഥലത്തുമില്ലാത്തൊരു കാര്യമാണ്. പാർക്കിൽ, മ്യൂസിയത്ത്, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ, ബീച്ചുകളിലാണ് ഇതൊരു വലിയ ശല്യം. ബീച്ചുകളിൽ, റോഡിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ കുറേ ആളുകൾ നടക്കും, ചെറുപ്പക്കാർ. അവരുടെ ജോലി മറ്റുള്ള പെൺകുട്ടികളുമായി ആര് സംസാരിക്കുന്നു, പെൺകുട്ടികളുമായിട്ട് പുരുഷന്മാർ കൂടെ നിൽക്കുന്നുണ്ടോ, ഇത് ശ്രദ്ധിക്കലാണ്. ആരാരെ കൂടെ ഇരുന്ന് ഐസ്ക്രീം കുടിക്കുന്നു, ആരാരോടൊപ്പം സംസാരിക്കുന്നു, ആരാരോടൊപ്പം സിനിമയ്ക്ക് പോയി, ഇത് അന്വേഷിക്കലാണ് കുറച്ച് പേരുടെ ജോലി. അങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ പിണറായിയിലും നടന്നു. സാധാരണ ഇത് നടക്കുന്നത് എറണാകുളത്തും ബോൾഗാട്ടി പാലസിലും അതുപോലെ തന്നെ ബോൾഗാട്ടി ഐലൻഡിലും ഒക്കെ ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ നടക്കുന്നത്. കാരണം എറണാകുളത്ത് കുറച്ചുകൂടി പരിഷ്കൃതമായ അല്ലെങ്കിൽ കുറച്ചുകൂടി വളരുന്നൊരു നഗരം എന്നുള്ള നിലയിൽ ഒരുപാട് അപരിചിതരൊക്കെ വന്നു പോകുന്ന സ്ഥലത്ത് ഇത്തരം പല കാര്യങ്ങളും കൂട്ടിച്ചേരലുകളും കൂടിയിരിപ്പൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇതൊരു വലിയൊരു ആവേശമായി വന്നിട്ടുണ്ട്. ചുംബന സമരമൊക്കെ നടന്ന അവിടെയാണ്. കോഴിക്കോട് ബീച്ചിൽ ഇതൊരു ശല്യം. അവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ രണ്ടുപേരിരുന്ന് ചായ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയും വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്തു വലിയ ആൾക്കൂട്ട തല്ലും ബഹളമൊക്കെ നടന്നു. എന്നാൽ ഇതിപ്പോൾ പഞ്ചായത്തുകളിലേക്ക് രോഗം പോലെ ബാധിച്ചിട്ടുണ്ട്. പിണറായി പഞ്ചായത്തിലെ 3 SDPI പ്രവർത്തകർ, മുൻപ് SDPIയിൽ പ്രവർത്തിച്ചിരുന്ന 3 ഇപ്പോൾ SDPI ഔപചാരികമായി ഇല്ലല്ലോ. അപ്പോൾ SDPIയിൽ പ്രവർത്തിച്ചിരുന്ന 3 പ്രവർത്തകർ ചെറുപ്പക്കാരെ പോലീസ് പിടിക്കുകയുണ്ടായി. അവരുടെ നാട്ടിൽ 40 വയസ്സുള്ള ഒരു മുസ്ലിം വനിത, ഒരു വിവാഹം കഴിച്ചവരാണ്. അവർ അവരുടെ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സുഹൃത്തുമായിട്ടോ ആ സ്ത്രീയുമായിട്ടോ വനിതയുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത 3 പേർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പ്രതികളുടെ പേരോ ഇരയുടെ പേരോ അതിജീവിതയോ ഒന്നും പറയുന്നില്ല. അപ്പോൾ 3 പേർ ഈ ചെറുപ്പക്കാരനെ, സംസാരിച്ച സുഹൃത്തിനെ വ്യാപകമായി തല്ലി, നന്നായി തല്ലി. അദ്ദേഹത്തിൻ്റെ പേഴ്സ്, അദ്ദേഹത്തിൻ്റെ ലാപ്പ്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ, ഇതെല്ലാം പിടിച്ചു മാറ്റിക്കൊണ്ട് പോയി. എന്തൊരു നാടാണിത്! ഇവിടെ ദുരഭിമാന കൊലയ്ക്ക് വേണ്ടി ഒരു സിനിമ നമ്മൾ കണ്ട നാടാണ്. പിന്നെ തുടരുമെന്നുള്ളൊരു സിനിമ നമ്മൾ കണ്ടു. ഒരു ദുരഭിമാന കൊല, കെവിനെ കൊന്ന ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു ദുരഭിമാന കൊലയിൽ നിന്നാണ് പിന്നെ നമ്മളെ തരുൺ മൂർത്തി കഥ എഴുതി തുടരും സിനിമ വന്നത്. മോഹൻലാലിൻ്റെ മകൻ അതിലെ വില്ലൻ്റെ മകളെ സ്നേഹിക്കുകയും വില്ലൻ പോലീസ് ഓഫീസറാവുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊല്ലുകയൊക്കെ ചെയ്ത് കാട്ടിൽ കൊണ്ട് കളയുന്ന മറ്റൊരു കഥയാണ് നമ്മൾ തുടരുമിൽ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദുരഭിമാന കൊലകൾ കേരളത്തിൽ ഒരു വലിയ വിഷയമായി വന്നിട്ടുണ്ട്. അതുപോലെ പ്രധാനമാണ് ആൾക്കൂട്ട വിചാരണ, സദാചാര പോലീസ് ചമയൽ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സദാചാര പോലീസ് വലിയൊരു വിഷയമായിരുന്നു. സാധാരണ പോലീസ് ഉണ്ടെന്നേ ഇതൊക്കെ നോക്കാൻ. ഇവിടെ CRPC ഉണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, മറ്റുള്ളവർക്ക് ശല്യമാണെങ്കിൽ നാട്ടുകാർ പരാതി കൊടുത്തോളും, ഇതെല്ലാം നോക്കിക്കോളും. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ അപ്പുറത്തെ സ്വന്തമായി എന്തെങ്കിലും കഴിക്കണമെന്ന് നോക്കുന്നതിന് പകരം അപ്പുറത്തെ ഇലയിൽ എന്തൊക്കെയാണ് വിളമ്പിയിരിക്കുന്നത്, അവിടെ എന്താണ് സംഭവിക്കുന്നത് അന്വേഷിക്കാൻ ഒരു ത്വരയുണ്ട്. ഈ നാട്ടിൻപുറത്തെ സ്ത്രീകളൊക്കെ, പാവപ്പെട്ട സ്ത്രീകളൊക്കെ, നാട്ടിൻപുറം എന്ന് പറയുമ്പോൾ നഗരത്തിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം നഗരത്തിൽ ഒരുപാട് ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അല്ലാതെ നഗരത്തിലുള്ളവർ കൊള്ളാം, നാട്ടിൻപുറത്തുള്ളവർ മോശം എന്നുള്ളതല്ല. പക്ഷേ നാട്ടിൻപുറത്ത് കുറേ കൂടെ സമയം കിട്ടും. സ്ത്രീകൾ എല്ലാവരും ഇല്ല, കുറച്ച് പേരെങ്കിലും ഈ നുണയും കൊണ്ടണിയൊക്കെ പറയും. അയ്യോ അറിഞ്ഞില്ലേ, അതുവഴി പോയി ഇതുവഴി, അവൾ ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ പോയി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കണുണ്ട്. എന്തൊരടി ഇത്രയും സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞ് നുണ പറയുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? പിണറായിയിലെ കേസ് നോക്കുമ്പോൾ അത് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരു സദാചാര രൂപീകരണവും സദാചാര കൊല, ജാതി മാറി വിവാഹങ്ങൾ നടക്കുമ്പോൾ ദുരഭിമാന കൊലകൾ ധാരാളം നമ്മൾക്ക് കാണുന്നുണ്ട്. അതിലുപരിയായി സദാചാര പോലീസ് ചമഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ, ആൾക്കൂട്ട വിചാരണകൾ. ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയത്? പോലീസിൻ്റെ റോൾ എടുക്കാൻ ഇവർക്ക് എന്താണ് അവകാശമുള്ളത്? ഇപ്പോൾ ഇത് പിണറായി പഞ്ചായത്തിലാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിം വനിത അവിടെ നിന്നു, അവരോട് സുഹൃത്തിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചു. പരസ്യമായി വഴിയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്, മറ്റ് വേറൊരു കാര്യവും അവിടെ നടക്കുന്നില്ലല്ലോ. പരസ്യമായി നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ കൊന്നാലല്ല ഇങ്ങനെ തല്ലിയാൽ മറ്റെന്തെങ്കിലും സ്ഥിതി വേറെ എന്തെങ്കിലും ആണെങ്കിൽ കൊന്നുകളയുമല്ലോ. എന്തിനാണ് 18 വയസ്സ് കഴിഞ്ഞവർക്ക്? അവർക്കറിയാം ആരോട് സംസാരിക്കണം, ആരോട് സംസാരിച്ചുകൂടാ. അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, ഇപ്പോൾ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നതിൽ ഭർത്താവ് നോക്കിക്കോളും, അല്ലെങ്കിൽ ബന്ധുമിത്രാദിൽ അച്ഛനും പാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട്, അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ ഭർത്താവാണ് ആരോട് സംസാരിക്കുന്നത്, ഭാര്യ നോക്കിക്കോളും, മക്കൾ നോക്കിക്കോളും, കുടുംബാംഗങ്ങളുണ്ടല്ലോ, ബന്ധുമിത്രാദികളുണ്ടല്ലോ. അതൊന്നുമല്ലാതെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടോ കഞ്ചാവ് അടിച്ചുകൊണ്ടോ ഏതാ ലഹരി വസ്തു ഉപയോഗിക്കൊണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ആവേശം. ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചുകൊണ്ട്, നീ ആരോടാ ഇവിടെ സംസാരിക്കാൻ, ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന്, ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്ന്, ഞങ്ങളുടെ വാർഡിൽ വന്ന് നീ സംസാരിക്കുന്നു, നിന്റെ വീട് എവിടെടാ എന്നൊക്കെ ചോദിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത ചൊറിഞ്ഞ് പിന്നെ അത് തല്ലിലേക്ക് പോകും. നല്ല മാരകമായി തല്ലിയിരിക്കുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പിണറായി പോലീസ്. ഗൗരവമായ ഒരു വിഷയമായി അത് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സദാചാര വിചാരണകളും അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണകളും കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂജൻ്റെ കാലമാണ്. നമ്മൾ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ വലിയ സൗഹൃദങ്ങൾ കൂടാൻ പറ്റുന്ന കാലഘട്ടമാണ് ജീവിക്കുന്നത്. ഒരാളിനെ തീർച്ചയായും മറ്റൊരാളിൻ്റെ വീട്ടിൽ പോയെന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. വീഡിയോ കോളിലൂടെ
അതുപോലെ ടെലഗ്രാമിലൂടെ, വാട്സപ്പ് കാളുകളിലൂടെ എല്ലാവർക്കും സംസാരിക്കുവാനും കാണുവാനും പറ്റുന്നൊരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. നിയമപരമായി തന്നെ പ്രായപൂർത്തിയായവർ തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടായാൽ പോലും അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും ചോദിക്കാൻ കഴിയാത്ത നിയമ പരിരക്ഷയുള്ള കാലത്താണ് നമ്മൾ നടക്കുന്നത്. എല്ലാവിധ സുരക്ഷിത മാർഗങ്ങളും ലഭ്യമാകുന്ന കാലത്താണ് ജീവിക്കുന്നത്. പുതിയ യുഗത്തിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അവിടെ ഒരു കാരണവുമില്ലാതെ ആവശ്യമില്ലാതെ സ്ത്രീകളെ തല്ലുക, അല്ലെങ്കിൽ സ്ത്രീകളെ സംസാരിക്കുന്ന പുരുഷന്മാരെ തല്ലുക, അങ്ങനെ വലിയ കേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു സെൽഫ് ഡിസിപ്ലിനാണ് ആവശ്യം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്വയം അവർ അച്ചടക്കത്തിലോട്ട് പൊക്കോട്ടെ. അവർ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ആരും കൈകടത്തരുത്. ഇത് വലിയ വാർത്തയായി വരാത്തത് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കാം, മറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കാം വാർത്തയായി വന്നിട്ടില്ല. എങ്കിൽ പോലും പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിണറായിയിൽ സംഭവിച്ച കാര്യം കേരളത്തിൽ വ്യാപിക്കാതിരിക്കട്ടെ. ഇത് ഗ്രാമങ്ങളിലേക്ക് നഗരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ കോഴിക്കോട്, കൊച്ചി നഗരങ്ങളിൽ വ്യാപകമായി ഇത് റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോഴിതാ ഗ്രാമങ്ങളിൽ സീരിയസ് ആയി ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പിണറായിയിലെ ഈ കേസ് ഒറ്റപ്പെട്ടതായി കാണാൻ നമുക്ക് കഴിയില്ല. തീർച്ചയായിട്ടും പോലീസും ജനങ്ങളും നമ്മുടെ ചെറുപ്പക്കാരുമൊക്കെ ജാഗരൂകരാകേണ്ടതുണ്ട്. അവരവരെ വഴിക്ക് വിടുക. ആരും ആരെയും നന്നാക്കുകയും വേണ്ട. സ്വയം നന്നാവുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വളരുക.